ഷെയ്ത്താൻ. 2 ദിവസങ്ങൾക്ക് മുമ്പ് അങ്ങനൊരു സിനിമ കാണാൻ ഇടയായി. ഈ അടുത്ത കാലത്തായി ഹിന്ദി സിനിമകൾക്ക് അങ്ങനെ തലവെച്ച് കൊടുക്കാറില്ല. പക്ഷേ ഈ ഒരു സിനിമ വ്യത്യസ്തമായ ഒരനുഭവമാണ് സമ്മാനിച്ചത്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പാറ്റേണിലൂടെ ഒരു നിമിഷം പോലും ത്രില്ല് നഷ്ടപ്പെടാതെ ആ ഒരു സിനിമ കാണാൻ എനിക്ക് സാധിച്ചു. എടുത്തു പറയേണ്ടത് മാധവനെ തന്നെയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ ആ ചിരിയിലൂടെ റൊമാൻസാണ് അദ്ദേഹം കാണിച്ചത് എങ്കിൽ അതേ ചിരിയിലൂടെ നമ്മെ ഭയപ്പെടുത്താനും അദ്ദേഹത്തിന് സാധിക്കുമെന്ന് അദ്ദേഹം കാണിച്ചു. ആ സിനിമയുടെ കഥ പറയുകയല്ല ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ സിനിമയിൽ പറയുന്ന ഒരു വിഷയമുണ്ട്, കൈവിഷത്തിലൂടെ വശീകരണം. അതേക്കുറിച്ച് പറയുക എന്നതാണ് എൻ്റെ ഉദ്ദേശം. കയറിപ്പോരും ചങ്ങായിമാരെ, ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിലേക്ക്. ഷെയ്ത്താൻ എന്ന സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ 2023 പുറത്തിറങ്ങിയ ഗുജറാത്തി സിനിമയായ വശ് എന്ന സിനിമയുടെ റീമേക്ക് ആയിരുന്നു അത് എന്ന് എനിക്കറിയില്ലായിരുന്നു. ഷെയ്ത്താൻ സിനിമയിൽ പറഞ്ഞ പല വിഷയങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാനുള്ള താല്പര്യമാണ് വശ് എന്ന സിനിമയിലേക്ക് എന്നെ എത്തിച്ചത്. ആ ഒരു സിനിമയിലെ നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ച ജാനകി ബോഡിവാല എന്ന പെൺകുട്ടി തന്നെയാണ് ഷെയ്ത്താനിലും അതേ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഗൂഗിൾ പറയുന്ന അനുസരിച്ച് വെറും 45 ലക്ഷം രൂപയാണ് വശ് എന്ന സിനിമയുടെ ബഡ്ജറ്റ്. സിനിമയുടെ 90% വീടിനുള്ളിൽ തന്നെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ റീമേക്കായ ഷെയ്ത്താൻ ഒരൽപ്പം കൂടി നന്നാക്കിയാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. 65 കോടി ബഡ്ജറ്റ് ഇറങ്ങിയ ഷെയ്ത്താൻ ഇന്ന് 125 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഷെയ്ത്താൻ സിനിമയുടെ ക്ലൈമാക്സ് വശ് എന്ന സിനിമയുടെ ക്ലൈമാക്സിൽ നിന്നും ഒരൽപ്പം വ്യത്യസ്തമായാണ് ചിത്രീകരിച്ചിരിക്കുന്നത് എന്നാണ് വശ് സിനിമ കണ്ടിട്ടുള്ളവരെല്ലാം പറയുന്നത്. അതായത് ഷെയ്ത്താൻ സിനിമ വശിൽ നിന്നും വ്യത്യസ്തമായി ചിത്രീകരിച്ചിട്ടുണ്ട് എങ്കിലും ക്ലൈമാക്സിൽ വശ് തന്നെയാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് എന്നും അത്രത്തോളം ഭയപ്പെടുത്താൻ ഷെയ്ത്താന് സാധിച്ചിട്ടില്ല എന്നുമാണ് എല്ലാവരുടെയും അഭിപ്രായം. ബ്ലാക്ക് മാസിൻ്റെ മറ്റൊരു തലത്തെയാണ് ഈ 2 സിനിമകളിലും വിശദീകരിക്കുന്നത്. ട്രെയിലറിൽ കാണുന്നത് പോലെ അപരിചിതനായ ഒരു അതിഥി വീട്ടിലേക്ക് കടന്നു വരുന്നു. തുടർന്ന് വീട്ടിൽ നടക്കുന്ന ചില സംഭവ വികാസങ്ങളാണ് സിനിമയിൽ വിശദീകരിക്കുന്നത്. ഈ ഒരു വൺ ലൈനിലൂടെ ഒരുപാട് സിനിമകൾ നിങ്ങളുടെ മനസ്സിൽ മിന്നി മാഞ്ഞിട്ടുണ്ടാകും. ഇൻട്രൂഡർ, ദ ഇൻവിസിബിൾ ഗസ്റ്റ്, ഹൈ ടെൻഷൻ, നോ വൺ വിൽ സേവ് യു തുടങ്ങിയ ഒരുപാട് സിനിമകൾ നിങ്ങളുടെ മനസ്സിലൂടെ പോയിട്ടുണ്ടാകും. എന്നാൽ ഈ സിനിമകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായൊരു പ്രമേയമാണ് ഷെയ്ത്താൻ എന്ന സിനിമയെ മറ്റു സിനിമകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ നിന്നും ഈ കുടുംബം എങ്ങനെ രക്ഷപ്പെടും എന്ന് ചിന്തിച്ച് എത്തും പിടിയും കിട്ടാത്ത ഒരുപാട് നിമിഷങ്ങളിലൂടെ നിങ്ങളും കടന്നു പോകും. ട്രെയിലറിൽ തന്നെ പ്രധാന ഭാഗങ്ങളെല്ലാം വിശദീകരിച്ചിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഇനി ഞാൻ പറയുന്ന വിഷയങ്ങൾ നിങ്ങളുടെ ആസ്വാദനത്തെ ബാധിക്കും എന്ന് ഞാൻ ഭയക്കുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഭയമുണ്ട് എങ്കിൽ സിനിമ കണ്ട ശേഷം മാത്രം ഇനി പറയുന്ന കാര്യങ്ങൾ കാണുക. ട്രെയിലറിൽ പ്രധാനമായും കാണിക്കുന്ന ഒരു കാര്യം, ഒരു തരത്തിലുള്ള ആയുധവുമായല്ല വനരാജ് എന്ന കഥാപാത്രം, മാധവൻ അവതരിപ്പിക്കുന്ന വനരാജ് എന്ന കഥാപാത്രം ആ വീട്ടിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ ആർക്കും തന്നിൽ നിന്നും എടുത്തു മാറ്റാൻ സാധിക്കാത്ത ഒരായുധമാണ് തൻ്റെ പക്കലുള്ളത് എന്ന കോൺഫിഡൻസോടുകൂടി തന്നെയാണ് അദ്ദേഹം ആ വീട്ടിലേക്ക് കയറി വരുന്നത്. അത് തന്നെയാണ് ആ സിനിമയുടെ ട്വിസ്റ്റ്. സ്വന്തം മുഖത്തടിക്ക് എന്ന് പറയുമ്പോൾ സ്വന്തം മുഖത്ത് ആഞ്ഞടിക്കുന്നു. സ്വന്തം അച്ഛൻ്റെ മുഖത്തടിക്കുക എന്ന് പറയുമ്പോൾ ഒന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ അച്ഛൻ്റെ മുഖത്തും ആഞ്ഞടിക്കുന്ന ജാൻവി എന്ന ജാനകി ബോഡിവാല അവതരിപ്പിച്ച ഒരു പെൺകുട്ടിയെ ആ ട്രെയിലറിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു പാവയെ പോലെ ഒരാളുടെ ആജ്ഞയ്ക്കനുസരിച്ച് പെരുമാറുന്ന ഒരു പെൺകുട്ടി. എങ്ങനെയാണിത് സംഭവിക്കുന്നത്? ആ ആയുധത്തിൻ്റെ പേരാണ് വശീകരണം. ഇത് സിനിമയിൽ മാത്രമേ സംഭവിക്കൂ എന്നാണ് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത് എങ്കിൽ ഈ സിനിമ യഥാർത്ഥത്തിൽ നടന്ന ചില വിഷയങ്ങളെ ആസ്പദമാക്കിയാണ് ചിത്രീകരിച്ചിട്ടുള്ളത്, അതും നമ്മുടെ ഭാരതത്തിൽ. വശീകരണം പലർക്കും അതൊരു തമാശയാണ്. മറ്റൊരാളെ തൻ്റെ നിയന്ത്രണത്തിലാക്കുക എന്നതാണ് വശീകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തൻ്റെ വശത്താക്കുക എന്നർത്ഥം. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നിങ്ങനെ 4 വേദങ്ങളിൽ സാമവേദത്തിലും അഥർവവേദത്തിലുമാണ് മന്ത്രവാദങ്ങളെക്കുറിച്ച് പറയുന്നത്. അതിൽ തിന്മയ്ക്കായി ഉപയോഗിക്കുന്ന മന്ത്രവാദങ്ങളെ ദുർമന്ത്രവാദം എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത് അഥർവവേദത്തിലാണ്. ഷെയ്ത്താൻ സിനിമ തുടങ്ങുന്നത് തന്നെ ചില പാവകളെ കാണിച്ചുകൊണ്ടാണ്. ഒറ്റ നോട്ടത്തിൽ വൂഡു ഡോളുകളാണ് എന്ന് നമുക്ക് തോന്നും. ആ പാവകളെ അങ്ങനെ തന്നെയാണ് പൊതുവെ വിളിക്കപ്പെടുന്നത്. ചിത്രത്തിൻ്റെ പോസ്റ്ററുകളിൽ 5 പാവകളെ കാണാൻ സാധിക്കും. അതിൽ 4 കറുപ്പും 1 ചുവപ്പുമാണ്.
ചുറ്റുമുള്ള കറുത്ത പാവകൾ അജയ് ദേവ്ഗണിനെയും ജ്യോതികയെയും അവരുടെ 2 കുഞ്ഞുങ്ങളെയുമാണ് സൂചിപ്പിക്കുന്നത്. നടുക്ക് അവരുടെ കേന്ദ്രമായി നിൽക്കുന്ന ആ ചുവപ്പ് പാവ സാത്താനെ പ്രതിനിധീകരിക്കുന്ന മാധവനെയാണ് സൂചിപ്പിക്കുന്നത്. സിനിമയിൽ എവിടെയും ഈ പാവകളെ വൂഡു ഡോൾസ് എന്ന് വിശദീകരിക്കുന്നില്ല. പക്ഷേ പല റിവ്യൂസും പറയുന്നു ഇത് വൂഡു ഡോൾസ് തന്നെയാണ് എന്ന്. എന്നാൽ സിനിമയെ കൃത്യമായി നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് വൂഡു ഡോൾസ് ആകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന്. കരീബിയൻ രാജ്യമായ ഹെയ്റ്റിയിൽ പ്രചാരത്തിലുള്ള ഒരു മന്ത്രവാദ ക്രിയയാണ് വൂഡു. അവിടെ ഉപയോഗിക്കുന്ന പാവകളെയാണ് വൂഡു ഡോൾസ് എന്ന് പറയുന്നത്. എന്നാൽ ഈ സിനിമയിൽ വശീകരണത്തെക്കുറിച്ചും ആഭിചാരത്തെക്കുറിച്ചും വിശദീകരിക്കുമ്പോൾ അവിടെ എന്തിനാണ് വൂഡു ഡോൾസ്? ആ ഒരു ചിന്തയാണ് മറ്റൊരു വിഷയത്തിലേക്ക് ചെന്നെത്തിച്ചത്. അതിപുരാതന ദുർമന്ത്രവാദ ക്രിയകളോടൊപ്പം പറഞ്ഞു കേൾക്കുന്ന ഒരു ക്രിയയാണ് ഒടിക്രിയ. ഒടിവെക്കുക എന്നാൽ ഭയപ്പെടുത്തുക എന്നത് മാത്രമല്ല, പലതരം ദുഷ്ക്രിയകൾ അതോടൊപ്പമുണ്ട്. ചില ഇനം അട്ടകളെയും മത്സ്യങ്ങളെയും ജീവനോടെ പഴഞ്ചോറിനോടൊപ്പം അരച്ചു ചേർത്ത് അതിലേക്ക് പൂജിച്ച മഞ്ഞളും കുങ്കുമവും ചേർത്ത് ചുവന്ന പട്ടിലേക്കിട്ട് അതിനെ ഒരു മനുഷ്യരൂപമായി തുന്നിച്ചേർക്കുക. ഈ ഒരു രൂപത്തോടൊപ്പം ചെയ്യുന്ന ക്രിയയാണ് ഒടിക്രിയ എന്ന് പറയുന്നത്. ആ ആൾരൂപത്തിൽ ചില സാഹചര്യങ്ങളിൽ ആർക്കു വേണ്ടിയാണോ ഒടിക്രിയ ചെയ്യുന്നത് അയാളുടെ മുടി ചേർത്ത് കെട്ടും. അതിനുശേഷം ആ ആൾരൂപത്തിൻ്റെ 8 സന്ധികളിൽ ഓരോ മുള്ളുകളായി തറച്ചു കയറ്റും. 8ാമത്തെ മുള്ളിൽ അയാൾക്ക് മരണം വരെ സംഭവിക്കാമെന്നാണ് ഒടിക്രിയയുടെ വിശേഷം. ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് വൂഡു എന്ന ക്രിയയും. വനരാജ് എന്ന മാധവൻ അവതരിപ്പിച്ച കഥാപാത്രം 100-ൽ പരം പെൺകുട്ടികളെ വശീകരിച്ചു വെച്ചതായി സിനിമയിൽ കാണാൻ സാധിക്കും. അതോടൊപ്പം അത്ര തന്നെ പാവകളെയും. ആ പാവകളെ അഗ്നിയിലേക്ക് ഹോമിക്കുന്നതിനോടൊപ്പം ഓരോ പെൺകുട്ടിയും ആത്മാഹൂതിക്ക് തയ്യാറാകുന്നത് സിനിമയിൽ കാണാൻ സാധിക്കും. അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം ഓരോ പാവയിലേക്കും ഓരോ പെൺകുട്ടികളെ ആവാഹിച്ചു വെച്ചിരിക്കുകയാണ് എന്നതാണ്. അതൊക്കെ ശരി, പക്ഷേ വശീകരണം സംഭവിക്കുന്നത് എങ്ങനെയാണ്? സിനിമയിൽ ജാൻവി എന്ന പെൺകുട്ടിയെ വനരാജ് തട്ടിക്കൊണ്ടുപോകുന്നത് സ്വീറ്റ് നൽകിയാണ്. പണ്ട് കാലങ്ങളിൽ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു വിഷയമുണ്ട്. വശീകരണ മന്ത്രം കൈവശമുള്ളയാൾ ഉള്ളം കൈയിൽ കുരുമുളകിന്റെ വലുപ്പത്തിൽ വശീകരണ മരുന്ന് കൊണ്ടു നടക്കും എന്ന്. ഇന്ന് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നത് വാനിന്റെ സൈഡ് ഡോർ തുറന്നാണ് എങ്കിൽ അന്ന് ഉള്ളം കൈയിലെ കുരുമുളക് പോലുള്ള വശീകരണ മരുന്ന് കുട്ടികളുടെ വായിലിട്ടാണ് എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനൊരു മരുന്ന് കഴിച്ചാൽ വശീകരിക്കപ്പെട്ടയാൾ ആരാണോ വശീകരിച്ചത് അയാളുടെ ആജ്ഞയ്ക്കനുസരിച്ച് സഞ്ചരിക്കൂ എന്നും. കുരുമുളകിന്റെ വലുപ്പത്തിലുള്ള വശീകരണ മരുന്ന്. ഇതൊക്കെ പണ്ടുള്ളവർ കുട്ടികളെ ഭയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞ വെറും കെട്ടുകഥകൾ മാത്രമാണ് എന്നാണ് നിങ്ങൾ ഇപ്പോൾ ചിന്തിച്ചത് എങ്കിൽ 2020 വന്ന ഒരു വാർത്ത നിങ്ങളെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം. സ്വയം പ്രഖ്യാപിത ആൾ ദൈവമായ നിത്യാനന്ദയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അയാളോടൊപ്പം 2008 മുതൽ 2018 വരെ ഒരു സഹായിയായി പ്രവർത്തിച്ച മിസ്റ്റർ വിജയകുമാർ ഒരു അഭിമുഖം നൽകിയിരുന്നു. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ പറയുന്ന നിത്യാനന്ദയോടൊപ്പം ജീവൻ കളഞ്ഞ് ആയിരക്കണക്കിന് ഭക്തന്മാർ നടക്കുന്നത് വെറും അന്ധവിശ്വാസം കൊണ്ട് മാത്രമല്ല എന്ന്. 2020 കലൈഞ്ചർ ടിവിക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം താൻ നേരിട്ട് അനുഭവിച്ച പലതും വിശദീകരിക്കുന്നത്. നിത്യാനന്ദ കൊടും കുറ്റവാളിയാണ് എന്നും അയാൾ ചെയ്ത പല കുറ്റകൃത്യങ്ങളിലും താനും പങ്കാളിയായിരുന്നു എന്നും വിജയകുമാർ പറയുന്നു. ആരെയും സംസാരിച്ച് മയക്കാനുള്ള കഴിവ് അയാൾക്കുണ്ട്. അതിന് സാധിക്കാത്ത പക്ഷം മറ്റൊരു വഴിയും അയാൾ ചെയ്യാറുണ്ട് എന്നും വിജയകുമാർ പറയുന്നു. ജ്ഞാനാഞ്ജൻ എന്ന പേരിൽ അയാൾ വിളിക്കുന്ന കുരുമുളക് പോലുള്ള ചില കറുത്ത മണികൾ ഭക്ഷണത്തിൻ്റെയും ലഡുവിൻ്റെയും കൂടെ ചേർത്ത് ഭക്തർക്ക് നൽകാറുണ്ട്. അത് ഭക്ഷിച്ച ശേഷം അടിമകളെ പോലെ അവർ പെരുമാറുന്നത് താൻ നേരിട്ട് കണ്ടതായും വിജയകുമാർ പറയുന്നു. പ്രത്യേകിച്ചും സ്ത്രീകളിലാണ് ഈ ഒരു മരുന്ന് പ്രയോഗിച്ചിട്ടുള്ളത് എന്നും അതിനുശേഷം തീവ്ര പ്രണയത്തോടുകൂടി അവർ വരുന്നതിന് താൻ സാക്ഷിയായിട്ടുണ്ട് എന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. സിനിമാ നടി രഞ്ജിത ഇങ്ങനെ വശീകരിക്കപ്പെട്ട ഒരു സ്ത്രീയാണ് എന്നും നിത്യാനന്ദയുടെ ആജ്ഞയ്ക്കനുസരിച്ച് അവർ പെരുമാറുന്നതിന് താൻ സാക്ഷിയായിട്ടുണ്ട് എന്നും വിജയകുമാർ വിശദീകരിക്കുന്നുണ്ട്. ഇത്രയും കൃത്യമായി തെളിവുകളോടെ ഒരാൾ കുറ്റാരോപണം നടത്തിയിട്ടും എന്തുകൊണ്ട് നിയമത്തിന് നടപടിയെടുക്കാൻ സാധിക്കുന്നില്ല എന്നാവും ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. 2010 ഫയൽ ചെയ്ത ഒരു ബലാത്സംഗ കേസിൽ നിന്നും പുഷ്പം പോലെയാണ് സ്വാമി നിത്യാനന്ദ ജാമ്യത്തിൽ പുറത്തിറങ്ങിയത്. ശേഷം ആ ജാമ്യം നിഷേധിച്ചു. അപ്പോഴും അന്വേഷക സംഘം പറഞ്ഞത് അയാൾ ഈ രാജ്യത്ത് നിന്ന് തന്നെ രക്ഷപ്പെട്ടിരിക്കുന്നു എന്നാണ്. അങ്ങനെ പിഞ്ചു കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്ത ആ കേസിൽ നിന്നും ഈ രാജ്യത്തു നിന്നും അയാൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അതിന് പിന്നിൽ സഹായിക്കേണ്ടവർ സഹായിച്ചത് കൊണ്ട് തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട. നമ്മുടെ വിഷയം നിത്യാനന്ദയല്ല എന്നതുകൊണ്ട് മാത്രം ആ ആൾ ദൈവത്തെ ഞാൻ വെറുതെ വിടുന്നു.
അയാളുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന കുരുമുളകിന്റെ വലുപ്പമുള്ള ജ്ഞാനാഞ്ജൻ എന്ന വശീകരണം മരുന്ന് അത് അയാൾ എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്നതിന് കൃത്യമായ തെളിവുകളൊന്നും തന്നെയില്ല. അത് അതീവ രഹസ്യമായി തന്നെ നിലകൊള്ളുന്നു. പക്ഷേ ആ മരുന്ന് പലരെയും വശീകരിച്ചിരുന്നു എന്നതിന് ഒരുപാട് സാക്ഷികളുണ്ട്, ഒരുപാട് അനുഭവസ്ഥരുമുണ്ട്. വശീകരണത്തെ പ്രധാനമായും 3ആയാണ് തരംതിരിക്കുന്നത്: കാമദേവ വശീകരണം, മോഹിനി വശീകരണം, ആകർഷണ വശീകരണം. കാമദേവ വശീകരണം പേര് പോലെ തന്നെ ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോട് അതീവ പ്രണയം അല്ലെങ്കിൽ അതിയായ സ്നേഹം തോന്നിപ്പിക്കുന്ന ഒരു ക്രിയ. ഇതിനായി ജ്ഞാനാഞ്ജൻ പോലുള്ള വശീകരണം മരുന്നുകൾ ഉപയോഗിക്കാറുണ്ട്. 2. മോഹിനി വശീകരണം. ഭഗവാൻ വിഷ്ണു മോഹിനിയുടെ രൂപത്തിൽ ശിവനെ വശീകരിച്ചതുപോലെ ഒരു ഫെമിനിൻ എനർജി ഉപയോഗിച്ച് വശീകരിക്കുന്ന ഒരു രീതി. 3. ആകർഷണ വശീകരണം. അതായത് ഒരു നോട്ടം കൊണ്ടോ ഒരു വാക്കുകൊണ്ടോ ഒരാളെ വശീകരിപ്പിക്കുന്ന രീതി. ഇവിടെ ഷെയ്ത്താൻ എന്ന സിനിമയിൽ ഒരു ചിരിയിലൂടെ അല്ലെങ്കിൽ ഒരു നോട്ടത്തിലൂടെ അജയ് ദേവ്ഗണിന്റെ കഥാപാത്രത്തെ വനരാജ് എന്ന മാധവന്റെ കഥാപാത്രം ഒരു സൗഹൃദത്തിലേക്ക് വശീകരിക്കുന്നത് ആകർഷണ വശീകരണം ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ തന്നെ ജാൻവി എന്ന പെൺകുട്ടിയെ വശീകരിക്കുന്നത് ഒരു സ്വീറ്റ് നൽകിയാണ്. അതിനെ കാമദേവ വശീകരണമായി നമുക്ക് കണക്കാക്കാൻ സാധിക്കും. ഇതെല്ലാം സിനിമയിൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണ് എന്നാണ് ഇപ്പോഴും നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിൽ മറ്റൊരു ഉദാഹരണം ഞാൻ പറയാം. ഇത് സംഭവിച്ചത് നമ്മുടെ സ്വന്തം കണ്ണൂരാണ്. കൂത്തുപറമ്പിൽ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുഞ്ഞിനെ പീഡിപ്പിച്ച് മന്ത്രവാദിയായ ജയേഷിനെ അറസ്റ്റ് ചെയ്തത് നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? പോക്സോ ചുമത്തിയ ആ കേസ് രജിസ്റ്റർ ചെയ്തത് 2023 പഠനത്തിൽ ശ്രദ്ധ കുറഞ്ഞു എന്നതുകൊണ്ട് സ്വന്തം കുഞ്ഞിനെ ആദ്യമായി ആ മന്ത്രവാദിയുടെ അടുത്തേക്ക് കൊണ്ടുപോയത് സ്വന്തം രക്ഷിതാക്കളാണ്. ആ മന്ത്രവിദ്യയ്ക്ക് ശേഷം കുട്ടിയുടെ ശ്രദ്ധ കൂടി. പക്ഷെ അത് പഠനത്തിലായിരുന്നില്ല, മറ്റു ചില വിഷയങ്ങളിലായിരുന്നു. പലപ്പോഴും സ്കൂൾ വിട്ട് ആ കുഞ്ഞ് നേരെ പോയിരുന്നത് മന്ത്രവാദിയുടെ അടുത്തേക്കായിരുന്നു. നിരവധി തവണ ഇയാൾ പെൺകുട്ടിയെ പീഡിപ്പിച്ചതായാണ് രക്ഷിതാക്കളുടെ പരാതി. രേഖാമൂലം പെൺകുട്ടി പരാതി നൽകാൻ തയ്യാറായില്ല എന്നും വീട്ടിൽ പൂട്ടിയിട്ടില്ല എങ്കിൽ മന്ത്രവാദിയുടെ അടുത്തേക്ക് കുട്ടി തനിയെ പോകുമായിരുന്നു എന്നുമാണ് രക്ഷിതാക്കൾ പറയുന്നത്. ഒരു വലിയ കൗൺസിലിങ്ങിന് ശേഷമാണ് ആ പെൺകുട്ടി പരാതിയിൽ ഒപ്പുവെക്കുന്നത്. 100 കണക്കിന് പെൺകുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ഇതേ പരാതി ഉണ്ട് എങ്കിലും പെൺകുട്ടികൾ പരാതി നൽകാത്തത് പലർക്കും അത്ഭുതമാണ്. ദിവസവും പല പെൺകുട്ടികളും ജയേഷിന്റെ ആശ്രമത്തിലേക്ക് കീ കൊടുത്ത പാവ പോലെ പോകുന്നതിന് പല നാട്ടുകാരും സാക്ഷികളായിട്ടുണ്ട്. അവരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു വാക്ക് വശീകരണം എന്ന വാക്ക് തന്നെയാണ്. ഇത് വശീകരണം തന്നെയാണ് എന്നാണ് നാട്ടുകാരും കുട്ടികളുടെ രക്ഷിതാക്കളും ഉറപ്പിച്ച് പറയുന്നത്. ആശ്രമത്തിൽ നിന്നും കഴിച്ച പ്രസാദത്തിന് ശേഷം അയാൾ എന്താണോ പറയുന്നത് അങ്ങനെ മാത്രമേ ആ കുട്ടികൾ പെരുമാറിയിരുന്നുള്ളൂ എന്നും രക്ഷിതാക്കൾ പറയുന്നു. വശീകരണം ഒരു കെട്ടുകഥയായേക്കാം. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് യാദൃശ്ചികമായി മാറുന്നത്? ജ്ഞാനാഞ്ജൻ എന്ന ഓമനപ്പേരുള്ള ആ മരുന്നിന് അങ്ങനെ ഒരാളെ വശീകരിക്കാൻ സാധിക്കുമോ? 2022 റിപ്പോർട്ട് അനുസരിച്ച് 2019 മുതൽ 2022 വരെയുള്ള 3 വർഷത്തിൽ നമ്മുടെ ഇന്ത്യയിൽ മിസ്സിംഗ് ആയത് 13 ലക്ഷത്തിൽ കൂടുതൽ പെൺകുട്ടികളാണ്. അതിൽ ഒരു വലിയ ശതമാനം പെൺകുട്ടികളെയും അവശയായ നിലയിലും മരണപ്പെട്ട നിലയിലും കണ്ടെത്തിയിരുന്നു. എന്നാൽ ബാക്കി 36,000-ൽ കൂടുതൽ പെൺകുട്ടികൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ഇന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാവും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരെ